ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ സൈക്കോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റോബർട്ട് എം ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് തിയറിയാണ്. ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. റോബർട്ട് എം ഗാഗ്നെ ഒരു അമേരിക്കൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആണ്. ബെസ്റ്റ് നോൺ ഫോർ ഹിസ് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ ടൈറ്റിലാണ് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്. ഈ ഒരു ബുക്കിൽ നിന്നാണ് ഈ ഒരു പർട്ടിക്കുലർ തിയറി ഹൈറാർക്കി ഓഫ് ലേണിംഗ് തിയറി എടുത്തിട്ടുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് റോബർട്ട് ഗാഗ്നെ. ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 1916 to 2002 ആണ്. അപ്പോൾ ഈ തിയറീനെക്കുറിച്ച് നമ്മൾ നോക്കുന്ന മുന്നേ നമ്മൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ആദ്യത്തേത്, വാട്ട് ഈസ് ലേണിംഗ്? എന്താണ് ലേണിംഗ്? ലേണിംഗ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ. നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഒരു പെർമനൻറ്റ് ചേഞ്ചിനെയാണ് ലേണിംഗ് എന്ന് പറയാം. അതായത് നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യം അക്വയർ ചെയ്യുമ്പോഴും നമ്മുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്, ഒരു പെർമനൻ്റ് ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാവുകയാണ്. ആ ഒരു ചേഞ്ചിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ അടുത്തതിലോട്ട് പോകാം. വാട്ട് ഈസ് ഹൈറാർക്കി? എന്താണ് ഹൈറാർക്കി? ഹൈറാർക്കി എന്ന് പറയുന്നത് ലെവൽസ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് സ്പാൻ എടുത്ത് നോക്കിയാൽ അയാൾ ഓരോ ലെവൽസിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഓരോ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു ലെവൽസിനെയാണ് ഹൈറാർക്കി എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്? സോ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് ലേണിംഗ്. അതായത് നമ്മൾ ഓരോ ലെവലിലും കടന്നു പോകുമ്പോൾ ഓരോ കാര്യം ലേൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെയാണ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. This hierarchy of learning is based on simple to complex approach. That is, according to him, higher order of learning is built upon the lower levels. അതായത് ഈ ഒരു ഹൈറാർക്കി ഓഫ് ലേണിംഗ് തിയറി സിമ്പിൾ ടു കോംപ്ലെക്സ് അപ്രോച്ചിലോട്ടാണ് പോകുന്നത്. അതായത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് പോകുന്നത്. അതുമാത്രമല്ല, ഗാഗ്നെ പറയുന്നത് ലോവർ ലെവൽ ഓഫ് തിങ്കിങ്ങിലാണ് നമ്മുടെ ഹയർ ലെവൽ ഓഫ് തിങ്കിങ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഡെവലപ്പ് ആവുന്നത് ലോവർ ലെവൽ ഓഫ് ലേണിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലിയാണ് നമുക്ക് ഹയർ ലെവൽ ഓഫ് ലേണിങ്സ് വന്നിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്നത്. സോ ലോവറിൽ നിന്ന് ഹയറിലോട്ടാണ് പോകുന്നത്. സോ ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് തിയറിയിൽ 8 ലെവൽ ഓഫ് ലേണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, സൈക്കോമോട്ടോർ കണക്ഷൻ ലേണിംഗ്, വെർബൽ അസോസിയേഷൻ ലേണിംഗ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്. സോ ഈ ഒരു 8 ലെവൽസിനെ കുറിച്ചാണ് ഇദ്ദേഹം ഇതിൽ പറയണത്. ഈ ഒരു ലെവൽസ് ലോവർ നിന്ന് ഹയറിലോട്ടാണ് പോകുന്നത്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഡെവലപ്പ് ആവുന്നത് ഈ ലോവർ ലേണിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലിയാണ് മുകളിലോട്ടുള്ള ഹയർ ലേണിംഗ് സ്കിൽസ് വന്നിട്ട് ഡെവലപ്പ് ആവുന്നത്. സോ മുകളിലോട്ട് പോകുന്തോറും കോംപ്ലക്സിറ്റിയും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ അതായത് ആദ്യത്തെ 4 ലെവൽസിലും നമ്മൾ ബിഹേവിയർ ആസ്പെക്ട്സ് ആണ് ഡെവലപ്പ് ആവുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 4 ലെവൽസിൽ നമ്മൾ കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് ആണ് ഡെവലപ്പ് ആവുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നൽ ലേണിംഗ് ആണ്. ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് എന്ന് കൺസിഡർ ചെയ്യുന്നത് സിഗ്നൽ ലേണിംഗിനെയാണ്. ബേസ്ഡ് ഓൺ ദ ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പ്ലെയിൻഡ് ബൈ പാവ്ലോ. സോ പാവ്ലോൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറീനെ ബേസ് ചെയ്തിട്ടാണ് ഗാഗ്നെ സിഗ്നൽ ലേണിങ്ങിനെ പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു അൺകണ്ടീഷണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് വരുന്നതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. സോ ഇതിൻ്റെ ബേസിസിലാണ് ഈ സിഗ്നൽ ലേണിങ്ങിനെ കുറിച്ച് ഗാഗ്നെ പറയുന്നത്. ഇൻ ദിസ് ലേണിംഗ്, ഇൻഡിവിജ്വൽ ലേൺസ് ടു മേക്ക് കണ്ടീഷൻഡ് റെസ്പോൺസ് ടു എ ഗിവൻ സ്റ്റിമുലി ആർ സിഗ്നൽ. അതായത് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ്റെ റെസ്പോൺസ് തിരിച്ചു തരുന്നതിനെയാണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു സാധനം തിരയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഹോട്ട് അയൺ ബോക്സ് ഇരിക്കുന്ന കണ്ടു. ഹോട്ട് അയൺ ബോക്സ് ഇരിക്കുന്ന കണ്ട് പെട്ടെന്ന് നമ്മൾ കൈ വിഡ്രോ ചെയ്യുമല്ലേ, അതിനെയാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റിമുലി കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സിഗ്നൽ കിട്ടുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സിഗ്നൽ ലേണിങ്ങിൽ സ്റ്റിമുലസിനാണ് ഇമ്പോർട്ടൻസ്.
സോ സെക്കൻഡ് ലെവൽ ഓഫ് ലേണിംഗ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്, ബേസ്ഡ് ഓൺ ഒപ്പാരൻ കണ്ടീഷനിങ് ഡെവലപ്ഡ് ബൈ സ്കിന്നർ. സോ സ്കിന്നറിൻ്റെ ഒപ്പാരൻ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവൽ ഓഫ് ലേണിംഗ് ഗാഗ്നെ പറഞ്ഞിട്ടുള്ളത്. സോ ഒപ്പാരൻ കണ്ടീഷനിങ് എന്താണെന്ന് നമുക്കറിയാം. ഒരു സ്റ്റിമുലസ് കൊടുത്താൽ ഒരു റെസ്പോൺസ് ഉണ്ടാവുമല്ലേ. അപ്പോൾ ആ ഒരു റെസ്പോൺസ് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഡെവലപ്പ് ആവും അല്ലെങ്കിൽ സ്ട്രെങ്തൻ ആകും. മറിച്ച് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു റെസ്പോൺസ് ഫെയ്ഡ് ആവും അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവും. ഇതാണ് ഒപ്പാരൻ കണ്ടീഷനിങ്. സോ ഇതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ലേണിംഗ് വരുന്നത്. ഇൻ ദിസ് ലേണിംഗ് വി ലേൺ ടു മേക്ക് റെസ്പോൺസസ് ബേസ്ഡ് ഓൺ ദ റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ്. അതായത് റിവാർഡ് കൊടുക്കുകയാണെങ്കിൽ ആ റെസ്പോൺസ് വന്നിട്ട് സ്ട്രെങ്തൻ ആവും, പണിഷ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഫെയ്ഡ് ആവും. ഈ ഒരു ലേണിങ്ങിൽ റെസ്പോൺസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാം. സോ അടുത്ത ലെവൽ ഓഫ് ലേണിംഗ് ചെയിനിങ് ആണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് connecting together the previously learned stimulus response bonds into a linked sequence. സോ ഈ ചെയിൻ ലേണിങ്ങിൽ ഗാഗ്നെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുൻപ് പഠിച്ച സ്റ്റിമുലസ് റെസ്പോൺസ് ഒക്കെ കൂടെ ബോണ്ട് ചെയ്തിട്ട്, അതായത് എല്ലാം കൂടെ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുന്നതിനെയാണ് ചെയിനിങ് അഥവാ ചെയിൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ മുൻപ് പഠിച്ച കാര്യങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ചെയിനിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മാത്സ് സബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ബേസിക് മാത്സ് ഒക്കെ വന്നിട്ട് നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകും തോറും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. ഇതിനെയാണ് ചെയിനിങ് എന്ന് പറയുന്നത്. മോർ സൈക്കോമോട്ടർ സ്കിൽസ് ആർ ലേൺഡ് ത്രൂ ദിസ് പ്രോസസ്സ്. സോ സൈക്കോമോട്ടർ സ്കിൽസ് ആണ് കൂടുതലും ചെയിൻ ലേണിങ്ങിലൂടെ കൂടുതലും ഡെവലപ്പ് ആവുന്നത് സൈക്കോമോട്ടർ സ്കിൽസ് ആണ്. ഫോർ എക്സാമ്പിൾ റൈഡിങ് എ 2 വീലർ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സൈക്കിൾ ചവിട്ടാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് 2 വീലർ പഠിക്കാൻ ഈസിയാണെന്ന്. അതാണ് എക്സാമ്പിൾ, ആദ്യത്തെ എക്സാമ്പിൾ റൈഡിങ് എ 2 വീലർ. രണ്ടാമത്തത് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ. അപ്പോൾ നമ്മൾ ആദ്യം ഓടാൻ പഠിക്കും, ബോൾ ക്യാച്ച് ചെയ്യാൻ പഠിക്കും, ബോൾ എറിയാൻ പഠിക്കും. സോ ഇങ്ങനെ ഇതെല്ലാം കൂടെ ലിങ്ക് ചെയ്തിട്ട് അവസാനം നമ്മൾ ബാസ്കറ്റ് ബോൾ കംപ്ലീറ്റ്ലി പഠിക്കുന്നു. ഇതാണ് ചെയിൻ ലേണിംഗ്. സോ അടുത്ത ലെവൽ ഓഫ് ലേണിംഗ് വെർബൽ അസോസിയേഷൻ ആണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ചെയിനിങ് ഇൻ വിച്ച് ദ ലിങ്ക്സ് ബിറ്റ്വീൻ ദ ഐറ്റംസ് ഓഫ് വെർബൽ ഇൻ നേച്ചർ. സോ ഈ വെർബൽ അസോസിയേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ചെയിൻ ലേണിംഗ് തന്നെയാണ്. ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് വെർബലി അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ആദ്യത്തെ ദിവസം ഒരു ഓബ്ജക്റ്റ് കാണുന്നു, അടുത്ത ദിവസം ആ ഓബ്ജക്റ്റ് ഒരു ഫ്ലവർ ആണെന്ന് പഠിക്കുന്നു, അടുത്ത ദിവസം ആ ഫ്ലവറിൻ്റെ നെയിം റോസ് ആണെന്ന് പഠിക്കുന്നു, ആൻഡ് അടുത്ത ദിവസം റോസ് ഫ്ലവർ മാത്രമല്ല വേറെയും ഫ്ലവേഴ്സ് ഉണ്ട് എന്ന് പഠിക്കുന്നു, വേറെയും കളേഴ്സ് ഉള്ള ഫ്ലവേഴ്സ് ഉണ്ടെന്ന് പഠിക്കുന്നു. അപ്പം ഇങ്ങനെ വേർബലി അസോസിയേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നതിനെയാണ് വേർബൽ അസോസിയേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. Here the learner is able to verbalize the acquired knowledge and intellectual skills in an organized manner. സോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വേർബലി നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് തന്നെയാണ് വേർബൽ അസോസിയേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് സ്കിൽസ് ആർ ഡെവലപ്ഡ് ത്രൂ ദിസ്. സോ ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് വേർബൽ അസോസിയേഷൻ ലേണിംഗിലാണ്. ചെയിനിങ്ങിൽ മോട്ടോർ സ്കിൽസ് ആണെങ്കിൽ വേർബൽ അസോസിയേഷനിൽ ലാംഗ്വേജ് സ്കിൽസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു ജിസ്റ്റായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ 4 ലെവൽ ഓഫ് ലേണിംഗ് ആണ് പഠിച്ചത്. ആദ്യം സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിൻ ലേണിംഗ്, വെർബൽ അസോസിയേഷൻ ലേണിംഗ്. സോ ഇത് 4ഉം ബിഹേവിയർ ആസ്പെക്ട്സിനെ ബേസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്. ആദ്യത്തേത് സിഗ്നൽ ലേണിങ്ങിൽ സ്റ്റിമുലസിനാണ് ഇമ്പോർട്ടൻസ്. രണ്ടാമത്തേതിൽ സ്റ്റിമുലസ് റെസ്പോൺസിനാണ് ഇമ്പോർട്ടൻസ്. മൂന്നാമത്തേതിൽ ഓൾറെഡി പഠിച്ച സ്റ്റിമുലസ് റെസ്പോൺസ് ഒക്കെ കൂടിയിട്ട് പുതിയൊരു കാര്യം പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർത്ത് കൊണ്ട് വന്നിട്ട് നമ്മൾ പഠിച്ച സ്റ്റിമുലസ് റെസ്പോൺസ് ഒക്കെ വന്നിട്ട് നമ്മൾ വെർബലി അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4ഉം ബിഹേവിയറൽ ആസ്പെക്ട്സിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് വന്നിട്ട് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. സോ ഇത് വന്നിട്ട് നമ്മുടെ കോഗ്നിറ്റീവ് ആസ്പെക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. ഡെവലപ്പിംഗ് ദ എബിലിറ്റി ടു മേക്ക് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ടു എ സീരീസ് ഓഫ് സിമിലർ സ്റ്റിമുലി ദാറ്റ് ഡിഫർ ഇൻ എ സിസ്റ്റമാറ്റിക് വേ. അതായത് നമ്മളൊരു കുട്ടിക്ക് സിമിലർ ആയിട്ടുള്ള കുറച്ച് സ്റ്റിമുലസ് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുട്ടിക്ക് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ താഴെ കാണുന്ന ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗർ ഒരു കുട്ടീനെ കാണിക്കുകയാണെങ്കിൽ ആദ്യം കാണുന്നത് യെല്ലോ കളറാണ്, രണ്ടാമത് കാണുന്നത് റെഡ് കളറാണ്, മൂന്നാമത് കാണുന്നത് ഒരു ഗ്രീൻ കളറാണ്, ഫോർത്ത് വയലറ്റ് ആണ്, ഫിഫ്ത്ത് ഒരു യെല്ലോ കളറാണെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കുട്ടിക്ക് അറിയണം. ഇതിനെയാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്.
അതായത് നമ്മൾ സിമിലർ ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുത്താലും അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റീനെയാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ബഞ്ച് ഓഫ് ഫ്ലവർ കൊടുക്കുകയാണെങ്കിൽ ആ ഫ്ലവേഴ്സിൽ ഇത് റോസാണ്, ഇത് വാട്ടർ ലില്ലിയാണ്, ഇത് ജാസ്മിൻ ആണ്, ഇത് ഹൈബിസ്കസ് ആണ്, അങ്ങനെ ഓരോന്നായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കുട്ടിക്ക് അറിയണം. സോ ഈ ഒരു എബിലിറ്റിനെയാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. സോ അടുത്ത ലെവൽ കോൺസെപ്റ്റ് ലേണിംഗ്. The ability to classify and link together similar phenomena or occurrences is called concept learning. സോ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ആ കോൺസെപ്റ്റ് എങ്ങനെ വന്നു, അതിനെങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, അതുപോലത്തെ വേറെ സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ലിങ്ക് ചെയ്യാം, വേറെ ഇതുപോലത്തെ ഫിനോമിനയോ അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ലിങ്ക് ചെയ്യാം, അങ്ങനെയൊക്കെ മനസ്സിലാക്കി എടുക്കുന്ന ആ കഴിവിനെയാണ് കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു വുഡൻ ക്യൂബ് ഉണ്ടല്ലേ, ഈ ഒരു വുഡൻ ക്യൂബ് കാണുമ്പോൾ കുട്ടിക്ക് ഇതൊരു ക്യൂബാണ്, ഇതിന് 6 സൈഡ്സ് ഉണ്ട്, ഈ 6 സൈഡ്സും ഈക്വൽ ഇൻ ഏരിയ ആൻഡ് ലെങ്ത് ആണ്, ഇതൊരു സ്ക്വയർ ഷേപ്പാണ്. ഇത് മാത്രമല്ല ഇതുപോലെ വേറെയും ക്യൂബ്സ് ഉണ്ട്. ഇതിപ്പോൾ ഒരു വുഡൻ ക്യൂബ് ആണെങ്കിൽ പ്ലാസ്റ്റിക്കിലും ക്യൂബ് ഉണ്ടാക്കാൻ പറ്റും, അയണിലും ക്യൂബ് ഉണ്ടാക്കാൻ പറ്റും, സ്റ്റീലിലും ക്യൂബ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാനുള്ളൊരു കഴിവിനെയാണ് കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് റൂൾ ലേണിംഗ് ആണ്. റൂൾ അഥവാ പ്രിൻസിപ്പിൾ ലേണിംഗ്. ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ലേണിംഗ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺസെപ്റ്റ്സ് ആൻഡ് അപ്ലൈ ദം ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. സോ ഈ ഒരു ലെവലിൽ നമ്മൾ പഠിക്കുന്നത് ഒരുപാട് കോൺസെപ്റ്റ്സും ആ കോൺസെപ്റ്റിൻ്റെ റിലേഷൻഷിപ്പും അത് എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു ലെവൽ ഓഫ് ലേണിങ്ങിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഈ ഒരു ലെവലിനെ റൂൾ ലേണിംഗ് അഥവാ പ്രിൻസിപ്പിൾ ലേണിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ 8th ലെവൽ ഓഫ് ലേണിംഗ് ആണ് പ്രോബ്ലം സോൾവിങ്. ഹൈ ലെവൽ ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ് അക്കോർഡിംഗ് ടു ഗാഗ്നെ. സോ അക്കോർഡിംഗ് ടു ഗാഗ്നെ പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഹൈ ലെവൽ ഓഫ് ലേണിംഗ് എന്നാണ്. സോ കമ്പൈനിങ് ദ റൂൾസ് ഓഫ് പ്രിൻസിപ്പിൾസ് ടു സോൾവ് എ പ്രോബ്ലം. സോ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങൾ, കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, റൂൾസ് എല്ലാം കൂടെ നമ്മളൊരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രാക്ടിക്കൽ എക്സാംസ് നമ്മൾ പഠിച്ചു വെച്ച കോൺസെപ്റ്റ്സ് ഒക്കെ അല്ലെങ്കിൽ റൂൾസ് ഒക്കെ നമ്മൾ അവിടെ അപ്ലൈ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. ഇതിനെയാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. സോ നമ്മുടെ 8 ലെവൽസ് നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. ആദ്യത്തേത് സിഗ്നൽ ലേണിംഗ്, രണ്ടാമത്തേത് സ്റ്റിമുലസ് റെസ്പോൺസ്, തേർഡ് വൺ ചെയിനിങ്, ഫോർത്ത് വൺ വെർബൽ അസോസിയേഷൻ, ഫിഫ്ത്ത് വൺ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, സിക്സ്ത് വൺ കോൺസെപ്റ്റ് ലേണിംഗ്, സെവൻത്ത് റൂൾ ലേണിംഗ്, 8th പ്രോബ്ലം സോൾവിങ്. സോ ഈ 8 ലെവൽസിനെ രണ്ടായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ 4 ബിഹേവിയറൽ ആസ്പെക്ട്സിനെയാണ്, അടുത്തുള്ള 4 ലെവലും കോഗ്നിറ്റീവ് ആസ്പെക്ട്സിനെയാണ്. ഇത് സിമ്പിൾ ടു കോംപ്ലെക്സ് അപ്രോച്ചാണ്. അതായത് സിമ്പിളിൽ നിന്നും കോംപ്ലെക്സിലോട്ട് പോവും. അതായത് ലോവർ ലെവലൊക്കെ ആദ്യം വരും, പിന്നെ ഹയർ ലെവലിലോട്ട് ഇങ്ങനെ ഗ്രാജുവലി പൊയ്ക്കൊണ്ടിരിക്കും. സോ നമ്മൾ ഈ ഒരു 8 ലെവൽസും ക്രൊണോളജിക്കൽ ഓർഡറിൽ ഓർത്ത് വയ്ക്കാൻ ഞാനൊരു സിമ്പിളായിട്ടൊരു കഥ പറഞ്ഞുതരാം. നിങ്ങളൊരു സിഗ്നലിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, അതാണ് സിഗ്നൽ ലേണിംഗ്. അപ്പോൾ ഓപ്പോസിറ്റിൽ നിങ്ങളൊരു ഫ്രണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ടിനെ കണ്ടതും നിങ്ങൾ ഹായ് കാണിക്കുമല്ലേ. അപ്പം ഒരു സ്റ്റിമുലസ് അങ്ങോട്ട് കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും ഫ്രണ്ട് കണ്ടിട്ട് തിരിച്ച് ഇങ്ങോട്ടൊരു ഹായ് കാണിക്കും. അതായത് ഒരു റെസ്പോൺസ് തിരിച്ചു തരികയാണ്. അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അപ്പോൾ സഡൻലി നിങ്ങളുടെ ചെയിന് ഒരു കള്ളൻ സ്നാച്ച് ചെയ്തിട്ട് ഓടുകയാണ്. അത് ചെയിൻ ലേണിംഗ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോമാറ്റിക്കലി കിടന്ന് അയ്യോ കള്ളൻ എന്ന് വിളിക്കുമല്ലേ. അപ്പോൾ നിങ്ങളും അയ്യോ കള്ളൻ എൻ്റെ മാല പൊട്ടിച്ചിട്ട് പോയി നടന്ന് വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ വഴക്ക് പറയാണ്. എന്തോന്ന് സാധനം കിടന്ന് ഈ നടുറോട്ടിൽ കിടന്ന് ബഹളം വെക്കുന്നതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വഴക്ക് പറയാണ്. അത് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. അതായത് നിങ്ങളെ ഡിസ്ക്രിമിനേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ചെയിൻ പൊട്ടിച്ചുകൊണ്ട് പോയപ്പോൾ നിങ്ങൾ കിടന്ന് വിളിക്കുന്നത് എന്താണ്? വേർബൽ അസോസിയേഷൻ. വേർബലി നിങ്ങൾ കിടന്ന് വിളിക്കുകയാണല്ലേ. അപ്പോൾ കൂടി നിൽക്കുന്നവർ നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ്. അതായത് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ കിടന്ന് റോഡിൽ കിടന്നിട്ട് കൂവി വിളിച്ചിട്ട് കാര്യമില്ല, ഇത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. സോ ഞാൻ പോലീസിന് പോകുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളൊരു കോൺസെപ്റ്റ് അവിടെ മനസ്സിലാക്കി എടുക്കുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ല. കുറച്ച് റൂൾസൊക്കെ ഉണ്ടല്ലേ. ആദ്യം FIR ഫയൽ ചെയ്യണം, എവിഡൻസസ് കളക്ട് ചെയ്യണം, അങ്ങനെ കുറേ റൂൾസൊക്കെ നമുക്ക് നോക്കിയാൽ മാത്രമേ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് റൂൾ ലേണിംഗ്. അവസാനം ഈ റൂൾസൊക്കെ കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യുകയാണ്. സോ
ഇതാണ് 8 ലെവൽസ്: സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, കോൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്. സോ നിങ്ങൾ ഈ ഒരു സ്റ്റോറി മൈൻഡിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മാത്രം മതി. നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തേത്, അക്കോർഡിംഗ് ടു ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോക്കസ് ഓൺ ദ കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്? സോ കാറ്റഗറി 3 ജാനുവരി 2019 ചോദിച്ച ചോദ്യമാണ് അക്കോർഡിംഗ് ടു ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോക്കസ് ഓൺ ദ കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്. സോ ഇതിൽ കോഗ്നിറ്റീവ് ആസ്പെക്ട്സിന് ഫോക്കസ് ചെയ്യാത്തത് ഏതാണെന്ന്. പ്രിൻസിപ്പിൾ ലേണിംഗ്, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ വന്നിട്ട് കോഗ്നിറ്റീവ് ആസ്പെക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. സിഗ്നൽ ലേണിംഗ് ആണ് ബിഹേവിയറൽ ആസ്പെക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ അടുത്തത്, ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈറാർക്കി ഓഫ് ലേണിംഗ്? കാറ്റഗറി 2 ഒക്ടോബർ 2018 കാറ്റഗറി 2 ഓഗസ്റ്റ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടിരിക്കുന്നത്. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈറാർക്കി ഓഫ് ലേണിംഗ്? അതാണ് റോബർട്ട് ഗാഗ്നെ. ഈ ഒരു ക്വസ്റ്റ്യൻ കൺഫ്യൂസ് ചെയ്യരുത്. ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആബ്രഹാം മാസ്ലോ ആണ്. ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റോബർട്ട് ഗാഗ്നെ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കാറ്റഗറി ഓഫ് ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്? സോ ഇതിൽ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഇല്ലാത്ത കാറ്റഗറി ഏതാണെന്നാണ്. ചെയിനിങ് ഉണ്ടല്ലേ, കോൺസെപ്റ്റ് ലേണിംഗും ഉണ്ട്, പ്രോബ്ലം സോൾവിങ്ങും ഉണ്ട്. സിംബോളിക് അസോസിയേഷൻ ആണ് ഇല്ലാത്തത്. വെർബൽ അസോസിയേഷൻ ആണ് ഉള്ളത്. സിംബോളിക് അസോസിയേഷൻ ഇല്ല. അപ്പോൾ അതാണ് ആൻസർ. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ? ഏറ്റവും മുകളിലത്തെ ലെവലിൽ നിൽക്കുന്നത് ഏതാണെന്ന്. പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പ്രൈവറ്റായിട്ടോ ഗ്രൂപ്പിലോ മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക് യു.